ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. സാമ്പത്തിക അച്ചടക്കത്തിലൂന്നിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ലോക്സഭയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയം പാസാക്കി ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് പോളിംഗ്. 1,56,00,000-ലധികം വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. 70 അംഗ നിയമസഭയിലേക്ക് 699 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. നാളെ വൈകിട്ട് 6:30 വരെ എക്സിറ്റ് പോളുകൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാകുംഭമേള സന്ദർശിക്കും. രാവിലെ 11 മണിയോടെ പ്രയാഗ്രാജിലെത്തുന്ന അദ്ദേഹം ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തും. പ്രത്യേക പൂജകളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഈ മാസം 26-ന് ശിവരാത്രി ദിവസം വരെയാണ് മഹാകുംഭമേള. ജമ്മു കശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗം വിലയിരുത്തി. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, ഇന്റലിജൻസ് ബ്യൂറോ റോ എന്നിവയുടെ മേധാവിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ ജയിലുകൾ സന്ദർശിച്ച് അപര്യാപ്തതകൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് ഉന്നതതല സമിതി രൂപീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ജയിൽ മേധാവി എന്നിവരടങ്ങിയ സമിതിയാണ് രൂപീകരിക്കുക. സമിതി 3 മാസത്തിനകം നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. ജയിലുകളിലെ തടവുകാരുടെ ബാഹുല്യം കുറയ്ക്കാനുള്ള സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ചേർന്ന ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 211 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. പൊതു ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന ജനറൽ പർപ്പസ് ഫണ്ടിന്റെ ഒരു ഗഡു കൂടിയാണ് അനുവദിച്ചത്. സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഉടമകളാണ് ആദിവാസി സമൂഹമെന്ന് മന്ത്രി K രാജൻ. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പട്ടികവർഗ യുവജന വിനിമയ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒഡീഷ, ചണ്ഡീഗഡ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ വികസന രംഗത്ത് പിന്നാക്കം നിൽക്കുന്ന ജില്ലകളിൽ നിന്നുള്ള യുവതീ യുവാക്കളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ശബരിമല വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ട് നൽകുന്ന സാങ്കേതിക സഹായം ദീർഘിപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും TCS കമ്പനിയും ധാരണാപത്രം കൈമാറി. വെർച്വൽ ക്യൂ സംവിധാനം കൂടുതൽ കുറ്റമറ്റമാക്കുന്നതിനും ഭക്തർക്ക് കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചും ദേവസ്വം ബോർഡ് TCS സംഘവുമായി ചർച്ച നടത്തി. ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ പ്രാദേശിക അവധി. കോഴഞ്ചേരി, ചെറുകോൽ, ഐരൂർ ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. സംസ്ഥാനത്ത് 1 വർഷത്തിനകം ക്യാൻസർ രോഗസാധ്യതയുള്ള മുഴുവൻ പേരെയും കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യം ആനന്ദം, അകറ്റാം അർബുദം ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രോഗത്തെക്കുറിച്ചുള്ള അജ്ഞത, ചികിത്സാ ചെലവ് തുടങ്ങിയ നിരവധി കാരണങ്ങളാൽ പലരും നേരത്തെ രോഗസാധ്യത കണ്ടെത്തുന്നതിനും ചികിത്സ തേടുന്നതിനും തയ്യാറാകുന്നില്ല. കേരളം പോലെയൊരു സമൂഹത്തിലാണിതെന്നത് ഗൗരവമായി കാണേണ്ടതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി റെസിഡൻസ് അസോസിയേഷനുകളുടെ സംസ്ഥാന ജില്ലാതല ചുമതല വഹിക്കുന്നവരെ പങ്കെടുപ്പിച്ച് തിരുവനന്തപുരത്ത് ശില്പശാല സംഘടിപ്പിച്ചു. ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശില്പശാല നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ TN സീമ ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മപുരത്തെ ഫാപ്കോ ബയോസൈക്കിളിന്റെ ജൈവമാലിന്യ സംസ്കരണ കേന്ദ്രം മികച്ച മാതൃകയാണെന്ന് മന്ത്രി MB രാജേഷ്. ജൈവമാലിന്യങ്ങളിൽ നിന്ന് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്ന ആധുനിക മാതൃകയിലുള്ള ജൈവമാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിവിധയിടങ്ങളിൽ ഈ പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് അരയിടത്ത് പാലത്ത് സ്വകാര്യ ബസ് മറിഞ്ഞ് 50-ലേറെ പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ നാളെ വിശദമായ പരിശോധന നടത്തുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. അപകട കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. മെഡിക്കൽ കോളേജ് റൂട്ടിലോടുന്ന ബസ്സാണ് ഇന്ന് വൈകിട്ട് അപകടത്തിൽപ്പെട്ടത്. ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. തിരുവനന്തപുരത്തെ മാനവീയം വീഥിയിലെ നീർമാതളം മരം നിൽക്കുന്ന ഇടം ഇനി മുതൽ പഞ്ചമി പെണ്ണിടം എന്ന് അറിയപ്പെടും. പൊതു ഇടങ്ങൾ അപ്രാപ്യമാകുന്ന സാധാരണ വനിതകൾക്ക് ഇടമൊരുക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന ജില്ലാ വനിതാ ജംഗ്ഷന്റെ ഭാഗമായാണ് പുതിയ പേര് നൽകിയത്. നിർഭയയെ പോലെയുള്ള അതിജീവിതകൾക്കായി ഇവിടെ അനശ്വരമായ കെടാവിളക്ക് കത്തിക്കുമെന്നും വനിതാ ജംഗ്ഷൻ സംഘാടകർ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.